സാജിദ്, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ ശബരിനാഥൻ കൗൺസിലർ മുൻ MLA ശബരിനാഥൻ ഇപ്പോൾ മാധ്യമങ്ങളെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇപ്പൊ എനിക്ക് കവടിയാർ വാർഡിലുള്ള വിവേകാനന്ദ പാർക്കിലുള്ള ഓഫീസ് വളരെ പരിമിതിയുള്ള ഓഫീസാണ്. എന്നാൽ അവിടെ നമ്മൾ മാറി ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്ത് കൗൺസിലേഴ്സ്, അത് CPM BJP അല്ല, കൗൺസിലേഴ്സിനുള്ള ഓഫീസ് കൗൺസിലേഴ്സ് കൊടുക്കാൻ നിലപാടെടുക്കണം. അതിന് ഈ കോർപ്പറേഷൻ പക്ഷേ ഇതിപ്പം ആ നഗരസഭയായിട്ടുള്ള കോൺട്രാക്ട് കഴിഞ്ഞ് മാറാൻ പറഞ്ഞാൽ അത്രയും നല്ലത്. പക്ഷേ VK പ്രശാന്ത്, ഞാൻ ശ്രീ VK പ്രശാന്ത് ആയിരുന്നെങ്കിൽ ഇതിൽ പോകാതെ നേരത്തെ തന്നെ ആ 31-32 എന്നുള്ള MLA ഹോസ്റ്റലിലെ മുറി ഇരുന്നേനെ. അവർ പറയുന്ന ഒരു ഭാഗം MLA ഹോസ്റ്റലിൽ നിന്ന് ആൾക്കാർ കാണാൻ പറ്റുന്നത് ഒക്കെ തട്ടിപ്പാണ്. MLA ഹോസ്റ്റൽ ശ്രീ ആന്റണി രാജുവിന്റെ ഓഫീസ് MLA ഹോസ്റ്റലിലാണല്ലോ, ശ്രീ K മുരളീധരൻ MLA ഹോസ്റ്റലിൽ വെച്ചാണല്ലോ. ഞാൻ MLA ആയിരുന്നപ്പോൾ MLA ഹോസ്റ്റലിലും ആര്യനാടത്തെ ഓഫീസിലും വാടക കൊടുത്തു തുടച്ചിരിക്കുന്ന ആളാണ്. ഇപ്പൊ MLA ഹോസ്റ്റലിൽ വരുന്ന ആളുകളെ ആരും തടയാൻ പോകുന്നില്ല. വട്ടിയൂർക്കാവിന്റെ ഹൃദയഭാഗത്താണ് ഈ പട്ടം, കുന്നുകുഴി, കേശാവസുരം, നാലാഞ്ചിറ, നന്തങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലെ ആളുകൾക്ക് പോകാൻ MLA ഹോസ്റ്റൽ എളുപ്പം. അപ്പൊ അദ്ദേഹം ഇപ്പൊ ശാസ്ത്രമംഗലത്തെ ഓഫീസിൽ എത്തുന്നത് ഓക്കെ, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷേ 800 രൂപയ്ക്ക് എടുക്കുന്നത് ശരിയാണ്. 15,000 രൂപ 20,000 രൂപ ശാസ്ത്രമംഗലം, വെള്ളയമ്പലം, കവടിയാറിലെ കമേഴ്ഷ്യൽ റേറ്റ് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ 800 രൂപയ്ക്ക് ഓഫീസ് എടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. 2019 ജയിച്ച കാലം മുതൽ തന്നെ ഇത് കൃത്യമായി വാടക അടച്ചുകൊണ്ട് അത് നിയമപരമായിട്ട് തന്നെ ഏറ്റെടുത്തതാണ് ഇങ്ങനെ ഒരു MLA. അപ്പൊ അന്ന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും നിലയ്ക്ക് അത് സ്വന്തമാക്കുക, അത്തരത്തിലുള്ള പ്രവൃത്തിയായിട്ടാണോ? ഇല്ല, ഞാൻ പറയുന്നത് നേരത്തെ ചെയ്തെങ്കിലും ആ ഓഫീസ് പണ്ട് മുതൽക്കേ ഒരു കോർപ്പറേഷൻ കൗൺസിലേഴ്സ് വേണ്ടി തുടങ്ങിയ ഓഫീസാണ്. അന്ന് ബിന്ദു ചേച്ചി, എന്റെ അയൽവാസിയായിട്ടുള്ള ബിന്ദു ചേച്ചി CPI കൗൺസിലർ ആയിരുന്നപ്പോഴാണ് ആ ഓഫീസ് പ്രശാന്തിന് കൊടുത്തത്. ഞാൻ മനസ്സിലാക്കുന്നത് അന്നേ ശ്രീ പ്രശാന്തിന് MLA ഹോസ്റ്റലിലെ റൂം കൊടുത്തിരുന്നു. പക്ഷെ അവിടെ സൗകര്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് മാറി, അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഒറ്റ കാര്യം പറയാനുള്ളൂ, കൗൺസിലേഴ്സിനുള്ള സ്പേസ് അതേത് പാർട്ടിയാണെങ്കിലും കൗൺസിലേഴ്സിന് ഉപയോഗിക്കാൻ കൊടുക്കുക. അദ്ദേഹത്തിന് ഒരു ആഡഡ് സൗകര്യമുള്ളത് MLA ഹോസ്റ്റലിലെ റൂം ഇവിടെ തന്നെ ഉള്ളതുകൊണ്ടും 1 അല്ല 2 മുറി അദ്ദേഹത്തിന്റെ പേരിൽ അവിടെ കമ്പ്യൂട്ടർ സൗകര്യമുണ്ട്, പ്രിന്ററുണ്ട്, വൈഫൈ ഉണ്ട്, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ ആളുകൾക്കെല്ലാം ഒരു ബസ് നേരെ ഇറങ്ങിയ പാളയംപള്ളിയിലൂടെ ബസ് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. അപ്പൊ അദ്ദേഹം അങ്ങോട്ട് മാറണം എന്നുള്ള, ഞാൻ അദ്ദേഹമായിരുന്നെങ്കിൽ അങ്ങോട്ട് മാറാൻ ഞാൻ ഉദ്ദേശിച്ചു. കഴിഞ്ഞ 7 വർഷമായി താൻ ഉപയോഗിക്കുന്ന ഓഫീസാണ്. മണ്ഡലത്തിന്റെ സെന്റർ കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് വന്നു പോകാൻ ഒരു ഓഫീസ് വേണമെന്നുള്ളത് ജനങ്ങളുടെ അടക്കം ആവശ്യമാണ് എന്നുള്ളതാണ് VK പ്രശാന്തിന്റെ വിശദീകരണം. അല്ല, അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഇവിടെ ഓഫീസ് കണ്ടിന്യൂ ചെയ്യുന്നെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. പക്ഷേ ഈ പറഞ്ഞ 800 രൂപ അത് കുറവാണ്. അത് നഗരസഭയാണ് തീരുമാനം എടുക്കേണ്ടത്. അദ്ദേഹം ആ 800 രൂപ എന്നുള്ള എമൗണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ കവടിയാർ ജവഹർലാലിലെ കണ്ടം ചെയ്തിരിക്കുന്ന ഹൗസിംഗ് ബോർഡിന്റെ ബിൽഡിങ്ങിൽ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു ബാർബർ ഷോപ്പ് ഓടുന്നത് 15,000 രൂപയാണ് വാടക. ഞാൻ 15,000 രൂപ ഒരു ജനപ്രതിനിധിയുടെ ഓഫീസിന് വാങ്ങിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ 800 രൂപ എന്ന് പറയുന്നത് വളരെ ക്രൂരമാണ്. ഇത് ആളുകൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മേയർ VV രാജേഷ് പറഞ്ഞത് ജനപ്രതിനിധികളുടെ ഇത്തരം ഓഫീസുകളുടെ വാടക പുനർനിശ്ചയിക്കുന്ന സൂചിക്കാരം, കാരണം ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. മറ്റിടങ്ങൾ, അതായത് നഗരസഭയുടെ മറ്റിടങ്ങളിൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയ കെട്ടിടങ്ങളിൽ കുറഞ്ഞ വാടക വാങ്ങുന്നു, അത് പുനഃപരിശോധിക്കുമെന്ന് BJP പറഞ്ഞു. അപ്പോ അതായത് BJPയേക്കാൾ കൂടുതൽ ഈ ആവശ്യം അങ്ങ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇടതു കേന്ദ്രങ്ങൾ പറയുന്നത്. അല്ല, ഈ നാട്ടിലെ നഗരസഭയുടെ ടാക്സ് കൂട്ടണമെന്നുള്ള ഒരു പൗരനായ പ്രതിപക്ഷത്തുള്ള എനിക്ക് പറയാനുള്ള അവകാശമില്ലേ? ഈ നഗരസഭയിലെ ടാക്സ് പ്രോപ്പറായിട്ട് പിരിക്കണം. ഇവിടെ കാലാകാലങ്ങളായിട്ട് CPM ഇഷ്ടമുള്ള ആളുകൾക്ക് 200 രൂപയ്ക്ക് 300 രൂപയ്ക്ക് കൊടുക്കുന്ന വാടക കെട്ടിടങ്ങൾ പുനഃപരിശോധിക്കണം. അതിലൊരു തെറ്റുമില്ല. പക്ഷെ അത് പറയുമ്പോൾ കയറി സംഖ്യപ്പട്ടം ചാർത്തി നമ്മളത് സംഖ്യയാക്കി പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇവിടുത്തെ CPM ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാറിയിരിക്കുക. കാരണം ഇന്നലെ ഇപ്പൊ അതൊരു ആദ്യഘട്ടത്തിൽ അത് ഓഫീസ് ഒഴിഞ്ഞു മാറി തന്റെ ഓഫീസിന് കൂടുതൽ സൗകര്യം വേണമെന്ന് ശ്രീലേക്ക് ആവശ്യപ്പെട്ടെങ്കിൽ പോലും പിന്നെ മന്ത്രിമാരടക്കം രംഗത്ത് വരികയാണ് ചെയ്യുക. പക്ഷെ അതിലൊരു 3ാം കക്ഷിയായിട്ട് ഇപ്പൊ ശബരി കൂടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വേറെ രീതിയിലല്ലേ? അല്ല, ഒരു രീതിയല്ല. ഇവരെന്താ വിചാരിക്കുന്നത്? CPM പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം, അല്ലെങ്കിൽ BJP പറയുന്ന എല്ലാത്തിനും കൈയടിക്കണം? ഇവിടെ പഠിച്ചുകൊണ്ട്, ഞാൻ ഇന്നലെ ഒരു ചാനലിന് ബൈറ്റ് കൊടുത്തായിരുന്നു. അതിനുശേഷം പഠിച്ചുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് പറയുന്നത്. മനസ്സിലാക്കിയപ്പോൾ 31-32 റൂം 2 റൂം പ്രശാന്തിനുണ്ട്. അവിടെ അദ്ദേഹം വരാറില്ല, പക്ഷെ വേറെ ഒരാൾ വരുന്നതുകൊണ്ട് അത് പറയുക എന്നുള്ള എന്റെ പ്രതിപക്ഷ ധർമ്മമല്ലേ? ഈ പ്രതിപക്ഷ ധർമ്മം എന്ന് പറയുമ്പോൾ അത് ഭരിക്കുന്ന BJPക്കെതിരെയും ഇവിടെ ഭരിച്ചു മുടിച്ച LDFനെതിരെയാണ്. അപ്പൊ LDFനെതിരെ പറയുമ്പോൾ ഇതിനെ BJPക്കാരനാക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു ബൈറ്റ് കൊടുത്തു. അതിനുശേഷം പഠിച്ചപ്പം നിള ബ്ലോക്കിൽ 31-32 റൂമിൽ MLA വരാറില്ല, പക്ഷെ വേറെ ആളുകൾ വരുന്നുണ്ടോ, താമസിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. അത് പറയുന്നതിന്റെ രാഷ്ട്രീയ ധർമ്മമല്ലേ? ആ ധർമ്മം തന്നെ UDF കാണിക്കും. ഇവിടെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാട്. ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യം, ഈ നഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടെയുള്ള എല്ലാ സഹായങ്ങളും അതിൽ നിന്ന് വ്യതിയാനം ചെയ്യുകയാണെങ്കിൽ സമരമായിട്ട് നമ്മൾ ഉണ്ടാക്കും. ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത നിലപാട് 101 കൗൺസിലേഴ്സിന് വേണ്ടി, അത് UDF ആകട്ടെ, LDF ആകട്ടെ, BJP ആവട്ടെ, അവർക്ക് ആത്മാഭിമാനത്തോടെ നന്നായിട്ട് പ്രവർത്തനം ചെയ്യാനുള്ള സംവിധാനങ്ങൾ കോർപ്പറേഷൻ ഒരുക്കണം. അങ്ങനെയുള്ള സൗകര്യങ്ങൾ മറ്റാളുകൾ നിൽപ്പുണ്ടെങ്കിൽ നഗരസഭ തീരുമാനിച്ചു മാറ്റണം. അതോടൊപ്പം VK പ്രശാന്തിന് ഈ പറഞ്ഞ 31-32 വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ശ്രീ ആന്റണി രാജു ചന്ദ്രഗിരി ബ്ലോക്കിൽ പ്രവർത്തിക്കുമ്പോൾ തൊട്ടടുത്തുള്ള നിള ബ്ലോക്കിൽ പ്രവർത്തിക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? ആ ഒരു ചോദ്യം മറുപടി പറയൂ.
അല്ലെങ്കിൽ 31 ശബരിനാഥൻ അദ്ദേഹത്തിന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് വി കെ പ്രശാന്തിന് MLA ഹോസ്റ്റലിൽ 2 മുറികളുള്ളപ്പോൾ എന്തിനാണ് ശാസ്തമംഗലത്ത് മറ്റൊരു മുറി എന്നുള്ളതാണ് ശബരിനാഥൻ ചോദിക്കുന്നത്. മാത്രമല്ല 800 രൂപ വാടക അല്പം കുറവാണ് എന്നും അദ്ദേഹം പറയുന്നു.